menstrual cycle discuss ചെയ്യുന്നതിന് മുൻപ് ആദ്യം നമുക്ക് എൻ്റെ ഒരു ഫീമെയിൽ ഹോർമോണൽ റെഗുലേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. So like the male reproductive system, female reproductive system is also controlled by the hypothalamus and anterior pituitary gland. Hypothalamus releases GnRH or gonadotropin releasing hormone which act on the anterior pituitary gland. Anterior pituitary gland, in response to that, will release two hormones, gonadotropins, namely follicular stimulating hormone or FSH and luteinizing hormone or LH. In FSH will act on the ovarian follicles. The primary follicles will act and then primary follicles will develop into secondary follicle, tertiary follicle, and it will become Graafian follicle. And this developing ovarian follicle, the growing ovarian follicles will release two hormones, estrogen and inhibin. Functions already പറഞ്ഞിട്ടുണ്ട്. Estrogen is required for the proliferation of endometrium and the development of mammary gland, secondary sexual characters of the female reproductive system, like the development of the mammary gland and then the high pitch voice in the female and other feminine characters, etc. That is because of estrogen. And then inhibin. Inhibin is required to inhibit FSH. FSH എന്തിനാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ now already during each menstrual cycle only one ova will be released. അപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്യും, ഒരെണ്ണം become dominant ആവും. അപ്പോൾ ഈ ഡോമിനൻ്റ് ആവുന്ന ഒവേറിയൻ ഫോളിക്കൽ ഈസ് ഗോയിങ് ടു റിലീസ് ഇൻഹിബിൻ വിച്ച് ഇൻഹിബിറ്റ് FSH. അപ്പോൾ നൗ FSH പ്രൊഡക്ഷൻ വിൽ ബി ഇൻഹിബിറ്റഡ്, സോ നോ മോർ ഒവേറിയൻ ഫോളിക്കിൾസ് വിൽ ഡെവലപ്പ്. കാരണം ഒരെണ്ണം മതി ഒരു സൈക്കിളിൽ. അപ്പോൾ ഇനി ഒരെണ്ണം ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഹിബിൻ റിലീസ് ചെയ്യുന്നതും. ഈ ഇൻഹിബിൻ എന്ത് ചെയ്യും, നമ്മുടെ FSHനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ ഫർദർ ഡെവലപ്മെന്റ് ഓഫ് ദ ഒവേറിയൻ ഫോളിക്കിൾസ് ക്യാൻ ബി പ്രിവെന്റഡ്. ഓക്കെ, ഓൺ ദ അതർ സൈഡ് ലൂട്ടിനൈസിങ് ഹോർമോൺ ഉണ്ട്. അത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ മെയിൻറ്റെയിൻ ദ കോർപ്പസ് ലൂട്ടിയം ആൻഡ് ദിസ് കോർപ്പസ് ലൂട്ടിയം റിലീസസ് ഫോർ ഹോർമോൺസ്, റിലാക്സിൻ, ഇൻഹിബിൻ, ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഓക്കെ, റിലാക്സിൻ റിലാക്സസ് പ്യൂബിക് സിംഫസിസ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദ കോക്സൽ ബോൺസ് ഓഫ് പെൽവിക് ഗീഡിൽ, നമ്മുടെ ഹിപ്പ് ബോൺ പെൽവിക് ഗീഡിലിൻ്റെ കോക്സൽ ബോൺസിനെ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അറ്റാച്ച് ചെയ്യുന്ന ജംഗ്ഷനാണ് ഈ പറയുന്ന പ്യൂബിക് സിംഫസിസ്. ആ ജോയിൻ്റ് ആണ് പ്യൂബിക് സിംഫസിസ്. അതിനെ റിലാക്സ് ചെയ്യും. ദാറ്റ് ഈസ് റിക്വയർഡ് അറ്റ് ദ ടൈം ഓഫ് പാർച്ചുറേഷൻ. ഡെലിവറിയുടെ സമയത്ത് അവിടെ ഫ്ലെക്സിബിൾ ആവണം, എന്നാൽ മാത്രമേ ബേബി നമുക്ക് ഫീറ്റസിനെ നമുക്ക് പ്രോപ്പറായിട്ട് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യാൻ പറ്റൂ. ആൻഡ് ദെൻ ഇറ്റ് ഓൾസോ പ്രിവെൻറ്റ് ദ കോൺട്രാക്ഷൻ ഓഫ് മയോമെട്രിയം. നമ്മുടെ യൂട്രൈൻ മയോമെട്രിയത്തിൻ്റെ കോൺട്രാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു ഇംപ്ലാന്റേഷൻ്റെ സമയത്തിൽ. കാരണം ഇംപ്ലാന്റേഷൻ്റെ ടൈമിൽ യൂട്രൈൻ മയോമെട്രിയം കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് റിലാക്സിൻ വിൽ ഇൻഹിബിറ്റ് ദ കോൺട്രാക്ഷൻ ഓഫ് മയോമെട്രിയം ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇംപ്ലാന്റേഷൻ. ഇതാണ് അവരുടെ ഫംഗ്ഷൻ. ദെൻ ഇൻഹിബിൻ്റെ ഫംഗ്ഷൻ സെയിം ആണ്, ഇൻഹിബിറ്റ് FSH, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ഹൈ എമൗണ്ട് ഓഫ് ഈസ്ട്രോജൻ, some moderate amount of moderate amount of estrogen and high amount of progesterone. I repeat, moderate amount of estrogen and high amount of progesterone. Okay, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഹോർമോൺ റെഗുലേഷൻ. ഹൈപ്പോതലാമസ് റിലീസസ് GnRH act on anterior pituitary gland releases FSH and LH. FSH promotes the development of ovarian follicles which releases estrogen and inhibin, and then luteinizing hormone from the anterior pituitary gland is acting or maintaining corpus luteum. Corpus luteum, the remnant of Graafian follicles after ovulation, and this corpus luteum relaxes inhibin, estrogen and progesterone. 4 hormones release ചെയ്യുന്നു. ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് മെക്കാനിസം നോക്കാം. See, estrogen alone or high amount of estrogen is having a positive feedback on both anterior pituitary gland and hypothalamus. I repeat, high amount of estrogen is having a positive feedback on the hypothalamus and anterior pituitary gland. That means it promotes, high amount of estrogen promote hypothalamus, stimulate hypothalamus to produce more GnRH and stimulate anterior pituitary gland to produce more FSH and LH. Okay? So it actually promotes or positive feedback mechanism. But on the other side,
when there is moderate amount of estrogen or the combination of estrogen and progesterone is having a negative feedback on the hypothalamus and the anterior pituitary gland. That means when there is a combination of estrogen and progesterone, or where there is moderate amount of estrogen, this is actually going to inhibit the production of GnRH as well as FSH and LH. Okay, so this is very important, this hormonal regulation, before we are going to discuss about the menstrual cycle. Now let's go to the menstrual cycle. See, menstrual cycle, we know that it stands for, or it lasts for 28 to 29 days as per the Indian NCRT. Yeah, 28 to 29 days. It'll take it like 28 days, but it can vary based on the health condition of the female or hormone levels of the female. It can vary. And normally, if you take 14 or 28 day as the length of the menstrual cycle, then the ovulation will happen exactly in the middle of that menstrual cycle, which is 14 day of the menstrual cycle. And menstrual cycle, the reproductive cycle, yeah, it's a mammalian character, and the order primate, right? Only that menstrual cycle is happens only in the primates, right? The non-primate mammals will have another cycle which is known as estrous cycle. So normally the uh, primates, right, the mammalians and the order primates follow this, or they'll exhibit this menstrual cycle, which will happen every month. But in non-primate mammalians, right, mostly seasonal breeders like dog, sheep, cow, etc., they will follow this estrous cycle. So that is another important point to remember. Yeah, menstrual cycle followed by only primates, right? The order Primata coming under class Mammalia. Take it. Right. Next is, yeah, when it will start. Normally, if you see a human being, a human female, of course, normally the menarche means the beginning, the first menstrual cycle or the reproductive cycle will start, and that is known as menarche. ഒരു 12 വയസ്സ് അല്ലെങ്കിൽ ഒരു 13 വയസ്സ് മോസ്റ്റ്ലി ഈ ഒരു ടൈമിലാണ് ഈ ഒരു മെനാർക്ക് അല്ലെങ്കിൽ ഈ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുക. Sometime 14 15, it depends, right? Okay, so based on the health conditions and many other factors. Anyway, menarche is the start of menstrual cycle, and menopause is the end of menstrual cycle. So after the menopause there won't be any reproductive cycle. The female cannot produce any more ovum, so she is not able to conceive after the menopause. And menopause normally happen around the age of 50. ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഈ മെനോപോസ് ഉണ്ടാവുക. അപ്പം നമുക്കിങ്ങനെ നോക്കാം, ഒരു 15 വയസ്സിലാണ് ഒരു മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു 50 വയസ്സിൽ മെനോപോസ് ഉണ്ടായി, റൈറ്റ്? സോ ടോട്ടൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത് അറൌണ്ട് 35 years ആണ്, right? 35 years ആണ്. And always remember this, only one ova will be released at a time, right? In a single reproductive cycle, in a single menstrual cycle, ഒരു ഓവ മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഒരു മാസം, ഒരു മന്തിൽ ഒരു ഓവ മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഒരു വർഷം 12 ഓവ. അപ്പോൾ 35 ഇയേഴ്സിൻ്റെ മെൻസ്ട്രൽ സൈക്കിൾ ആണെങ്കിൽ എത്ര ഓവ ടോട്ടൽ ആ ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യും? 35 × 12 എത്ര വരുന്നു? 0, 6, 7, 1, 5, 1, 3, 2, 420. അപ്രോക്സിമേറ്റ്ലി ഒരു 420 to 450 ഓവയാണ് മാക്സിമം ഒരു ഫീമെയിൽ അവരുടെ ലൈഫ് ടൈമിൽ, റീപ്രൊഡക്റ്റീവ് ലൈഫിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, സോ മെനാർക്ക് ഈസ് ദ ബിഗിനിങ് ആൻഡ് മെനോപോസ് ഈസ് ദ എൻഡ് ഓഫ് ദാറ്റ് മെൻസ്ട്രൽ സൈക്കിൾ. ഇനി എവിടെയാണ് ഇത് നടക്കുന്നത്? ലൊക്കേഷനാണ് അടുത്ത ചെക്ക് ചെയ്യാൻ പോകുന്നത്, റീപ്രൊഡക്റ്റീവ് സൈക്കിൾ നടക്കുന്നത്. സി, ദിസ് ഈസ് ഹാപ്പനിങ് simultaneously, right? Simultaneously in two different locations or organs. ഒരു ഭാഗം നടക്കുന്നത് യൂട്രസിലാണ്, ഒരു ഭാഗം നടക്കുന്നത് ഓവറിയിലാണ്. സോ യൂട്രൈൻ സൈക്കിൾ ഈസ് ദെയർ, ഒവേറിയൻ സൈക്കിൾ ഈസ് ദെയർ. In uterine cycle, yeah, menstrual phase is there, then proliferative phase is there, then secretory phase is there, which is controlled by the hormones called estrogen and progesterone secreted by the ovary itself. Whereas ovarian cycle is happening, and ovarian cycle includes the follicular phase, ovulation, luteal phase. ഇതിൽ ഈ മൂന്ന് ഒവേറിയൻ സൈക്കിൾ ഓർ ഒവേറിയൻ ഈവൻസിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഹോർമോൺസ് ഗൊണാഡോട്രോപ്പിൻസ് ആണ്, LH and FSH റിലീസ് ഫ്രം ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇനി വളരെ സിമ്പിളായിട്ട് ഇവിടെ തന്നെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെൻസ്ട്രൽ ഫേസ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡിക്ലൈൻ ഓഫ് പ്രൊജസ്റ്ററോൺ ഹോർമോൺ. ठीक है, ഡിക്ലൈൻ ഓഫ് പ്രൊജസ്റ്ററോൺ ഹോർമോൺ. പ്രോലിഫറേസ് ഫേസ് ഈസ് ആക്ച്വലി ബിക്കോസ് ഓഫ് ദ increase of
ഈസ്ട്രോജൻ ലെവൽ കൂടുമ്പോഴാണ് പ്രോളിഫറേറ്റീവ് ഫേസ് നടക്കുക. സെക്രീറ്ററി ഫേസ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഓഫ് പ്രൊജസ്ട്രോൺ ലെവൽ കൂടുമ്പോഴാണ് സെക്രീറ്ററി ഫേസ് നടക്കുക. ഇനി ഓൺ ദ അതർ സൈഡ് ഒവേറിയൻ സൈക്കിളിൽ നോക്കുമ്പോൾ ഫോളിക്കുലാർ ഫേസ് ഇസ് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ FSH, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. Ovulation is because of the increase in LH hormone. Luteal phase is because of again increase in LH phase. ठीक है. സോ ഇതാണ് ആദ്യം നമ്മൾ അതിൻ്റെ മെക്കാനിസത്തിന് മുമ്പ് പഠിക്കാനുള്ളത്. നമ്മൾ എൻ്റെ ഹോർമോൺ റെഗുലേഷൻസ് പറഞ്ഞു, എവിടെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ലെറ്റ്സ് ഗോ ടു ദ ഡയഗ്രാം, റൈറ്റ്. സോ ഇതാണ് നമ്മളുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു ഡയഗ്രാം. ഇത് വെച്ച് നമുക്ക് ഫുള്ളായിട്ട് ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് നോക്കാം. താഴെ ഒരു എക്സ് ആക്സിസിൽ നമുക്ക് ഡേയ്സ് കാണാൻ പറ്റുന്നുണ്ട്, വൈ ആക്സിസിൽ ഈവൻസ് കാണാൻ പറ്റുന്നുണ്ട്. സോ നോർമലി 0 to 28 ഡേയ്സ് ആണ് ഒരു ടോട്ടൽ ഡേയ്സ് എന്ന് പറയുക. ഓവുലേഷൻ നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും 14th ഡേയിലാണ് ഓവുലേഷൻ നടക്കുക, റൈറ്റ്. ഓവുലേഷൻ ഉണ്ട് 14 ഡേ മിഡിലാണ് നടക്കുക. ഏറ്റവും താഴെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു തിക്നെസ്സിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻസ് ഉള്ള ഒരു ലെയർ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ യൂട്രൈൻ എൻഡോമെട്രിയം, where the implantation is happening. And then you can see this is endometrium, and then you can see the ovarian hormones like levels, then ovarian events കാണാൻ പറ്റുന്നുണ്ട്, and then the anterior pituitary gland hormones in the ഒരു variations കാണാൻ പറ്റും. Let's start from the first phase. So first phase which is called the menstrual phase ആണ്, menstrual phase which will last for 3 to 5 days, ഒരു 3 മുതൽ 5 ദിവസം, 3 to 5 days. What exactly is happening during the menstrual phase? During the menstrual phase the endometrium will degenerate and the tissues and blood vessels will break. All these things will be flushed out from the body through the vagina. So that is called the menstrual phase, and that's where the menstrual bleeding is happening. Now what is the reason for this menstrual bleeding? See, the uterine endometrium is maintained by a hormone which is called progesterone ആണ് ഈ യൂട്രൈൻ എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. But now the initial 3 to 5 days, or initial 5 days, you can say that, or you can see that progesterone levels are declining, right? So since progesterone level declines, what actually happens, the blood supply towards the endometrium will decline, and the prostaglandin hormone level will increase, which actually going to stimulate the contraction of the uterine muscles, myometrium, and ഈ മസിൽ കോൺട്രാക്ട് ചെയ്യും, ഈ എൻഡോമെട്രിയം ഡീജനറേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി ഫ്ലഷ് ഔട്ട് ചെയ്ത് വജനയിൽ കൂടി പുറത്തേക്ക് ഒഴുകിപ്പോകും. അതാണ് ഈ മെൻസ്ട്രൽ ബ്ലീഡിങ്, ഇതാണ് നടക്കുന്നത്. സോ ബേസിക്കലി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഡിക്രീസ് ഇൻ ദ ലെവൽ ഓഫ് പ്രൊജസ്ട്രോൺ. ഇനി എന്തുകൊണ്ട് പ്രൊജസ്ട്രോൺ ലെവൽ ഡിക്രീസ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിന് ആദ്യമേ അതായത് നമ്മൾ കഴിഞ്ഞ സൈക്കിളിൻ്റെ ലാസ്റ്റ് നോക്കണം. അപ്പോൾ ഈ ഒരു ഡയഗ്രാമിൽ തന്നെ നമ്മളിതാ ഇത് കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പത്തെ സൈക്കിളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും. ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ കോർപ്പസ് ലൂട്ടിയം ഉണ്ട്. കോർപ്പസ് ലൂട്ടിയം എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ഹൈ എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കോർപ്പസ് ലൂട്ടിയം നമുക്കറിയാം സ്ലോലി റിഗ്രസ് ചെയ്ത് എന്തായി? കോർപ്പസ് ആൽബിക്കൻസ് ആയി. സോ കോർപ്പസ് ലൂട്ടിയം റിലീസസ് പ്രൊജസ്ട്രോൺ, right, which maintains the endometrium, അല്ലേ, endometrium. ബട്ട് ഇപ്പോൾ കോർപ്പസ് ലൂട്ടിയം എന്തായി? കോർപ്പസ് ലൂട്ടിയം ഡിസൻറ്റഗ്രേറ്റഡ് ടു കോർപ്പസ് ആൽബിക്കൻസ്. അതെന്തുകൊണ്ടാണ്? കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ LH ആണ്. ഇപ്പോൾ LHൻ്റെ ലെവൽ കുറഞ്ഞു. നമുക്കിവിടെ കാണാൻ പറ്റും LHൻ്റെ ലെവൽ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് LHൻ്റെ ലെവൽ കുറയുന്നുണ്ട്. സോ LH കുറയുന്നുണ്ടാണ് കോർപ്പസ് ലൂട്ടിയം ഡിസൻറ്റഗ്രേറ്റ് ആവുന്നത്. ഇനി LH എങ്ങനെയാണ് കുറയുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. നേരത്തെ ഡയഗ്രത്തിൽ തന്നെ ആദ്യമേ ഇനിഷ്യലി ഞാൻ പറഞ്ഞു, when there is a combination of estrogen and progesterone which inhibits the production of GnRH, FSH, LH, etc. നമുക്കിവിടെ കാണാറുണ്ടോ അത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ ലെവൽസ് കൂടുകയാണ്. ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ലെവൽ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? LH ലെവൽ ഡിക്ലൈൻ ചെയ്യും. LH ലെവൽ ഡിക്ലൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കോർപ്പസ് ലൂട്ടിയം ഡിസൻറ്റഗ്രേറ്റ് ടു കോർപ്പസ് ആൽബിക്കൻസ്. കോർപ്പസ് ആൽബിക്കൻസിന് പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കുറയുകയാണ്. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. when the estrogen and progesterone level increases in the ഒരു ലാസ്റ്റ് ഒരു കാണാം ഒരു 19, 20, 22 ദിവസമൊക്കെ ആകുമ്പോൾ ഒരു ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. സോ വിച്ച് ആക്ച്വലി ഇൻഹിബിറ്റ്സ് ദ LH പ്രൊഡക്ഷൻ. സോ LH ലെവൽ ഡിക്ലൈൻ ചെയ്യും.
LH ഡിക്ലൈൻ ചെയ്യുമ്പോൾ കോർപ്പസ് ലൂട്ടിയം കോർപ്പസ് ആൽബിക്കൻസ് ആവും. കോർപ്പസ് ആൽബിക്കൻസ് ആകുമ്പോൾ ഓഫ് കോഴ്സ് എന്ത് സംഭവിക്കും? പ്രൊജസ്ട്രോൺ ലെവൽ ഡിക്ലൈൻ ചെയ്യും. പ്രൊജസ്ട്രോൺ ലെവൽ ഡിക്ലൈൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എൻഡോമെട്രിയം ഡീജനറേറ്റ് ആവും. ദാറ്റ് ലീഡ്സ് ടു ബ്ലീഡിങ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ നൗ. എൻ്റെ നോട്ട്സ് ഒന്ന് ഞാൻ കാണിച്ചു പോകാം. നിങ്ങളത് കാണണമെങ്കിൽ ഒന്ന് കണ്ട് നോട്ട് ചെയ്യണമെങ്കിൽ കണ്ട് നോട്ട് ചെയ്ത് പൊക്കോളൂ കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫേസ്. ഇതിൽ ഒരു പോയിന്റാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിക്കുക. ഇത് മെൻസ്ട്രൽ ബ്ലീഡിങ് ഈസ് ഫോർ 3 to 5 days ആൻഡ് പ്രൊജസ്ട്രോൺ ലെവൽ ഡിക്ലൈൻ ചെയ്യുന്നതുകൊണ്ട് ഡീജനറേഷൻ ഓഫ് എൻഡോമെട്രിയം നടക്കുന്നതാണ്. ബാക്കിയെല്ലാം ഞാൻ ഈ പറഞ്ഞ ഹോർമോണൽ റെഗുലേഷൻസ് ആണ്. അത് ഒന്ന് നോക്കി പൊക്കോളൂ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രോലിഫറേഷൻ, അതായത് നമ്മളൊരു 6 to 13 ഡേ എന്ന് പറയാം. 6 to 13 ഡേ ഇത് ഈ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ഈ 6 to 13 ഡേയിൽ നടക്കുന്ന പ്രോലിഫറേറ്റീവ് ഫേസ്, ഇതിനെപ്പോൾ ഒരു പ്രോലിഫറേഷൻ എഴുതിയിട്ടുണ്ട്. പ്രോലിഫറേറ്റീവ് ഫേസ് ഓർ നമുക്കിതിനെ ഫോളിക്കുലാർ ഫേസ് എന്നും പറയാം കേട്ടോ. ഫോളിക്കുലാർ ഫേസ്, പ്രോലിഫറേറ്റീവ് ഓർ ഫോളിക്കുലാർ ഫേസ്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കാം. ഇവിടെ പ്രോലിഫറേഷൻ ഓഫ് ദ യൂട്രൈൻ എൻഡോമെട്രിയം കാണാൻ പറ്റും. അതായത് നമ്മുടെ ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫേസിൻ്റെ സമയത്ത് ഡിറ്റാച്ച് ചെയ്ത എൻഡോമെട്രിയത്തിൻ്റെ റീഗ്രോത്ത് കാണാൻ പറ്റും. പ്രോലിഫറേഷൻ ഓഫ് ദ യൂട്രൈൻ എൻഡോമെട്രിയം. ഇതെന്തുകൊണ്ടാണ്? പ്രോലിഫറേഷൻ ഈസ് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ഇൻക്രീസ് ഇൻ ദ ഈസ്ട്രോജൻ ലെവൽ. ഈസ്ട്രോജൻ ഹോർമോൺ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് proliferation of the uterine endometrium happens, right? That is happening in the uterus. ഇനി ഓവറിൽ എന്താ നടക്കുന്നത് നോക്കിയേ. During this time, yeah, the primary follicle is developing to the secondary follicle, then the tertiary follicle and the Graafian follicle. And the development of this Graafian follicle or the ovarian follicle is because of what? Because of the hormone called FSH. And that's why this cycle is also known as what? Follicular phase, because the ovarian follicles are going to develop. The proliferation of endometrium happens because of the increase in estrogen level, and the development of ovarian follicles are happening in this phase or this follicular phase because of increase in the FSH level. അപ്പോൾ ഇതാണ് ഇതിൽ പഠിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഹോർമോണൽ റെഗുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ബേസിക്കലി ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദർ ഈസ് estrogen progesterone level വളരെ ലെസ് ആണ് അല്ലേ. We cannot find that amount of estrogen and progesterone here. Since estrogen progesterone is very less, there is no negative feedback. There is no negative feedback on what? Feedback on the GnRH, LH and FSH. അപ്പോൾ GnRH, LH, FSH ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇല്ല, ബിക്കോസ് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ലെവൽസ് വളരെ കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? യു ക്യാൻ സീ ദാറ്റ് slowly the LH level and of course FSH കുറച്ച് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. So basically during the proliferative phase, since there is no very less amount of estrogen and progesterone, there is no negative feedback on the GnRH, LH and FSH. So the GnRH, LH, FSH levels will increase. And when the FSH level increases, right, when the FSH level increases, which stimulate the ovarian follicles to develop. We call it as follicular stimulating hormone. So there is no negative feedback inhibition. So increase in the FSH level, FSH stimulate the development of ovarian follicles, right? That's how the ovarian follicles are developing. And this developing ovarian follicles are releasing what? Estrogen. Estrogen release in the developing ovarian follicles. And this estrogen is acting on the endometrium, which leads to the development of the uterine endometrium. Since there is no negative feedback mechanism of estrogen and progesterone, LH and FSH levels increases. So this FSH will promote the growth of the ovarian follicles, and this developing ovarian follicles releases estrogen. This estrogen acting on the endometrium, which leads to the proliferation or the growth of this region, this endometrium. അപ്പോൾ രണ്ടാമത്തെ ഫേസും കഴിഞ്ഞു. ഇതാണ് ഒരു മോസ്റ്റ് ഇൻകൺസിസ്റ്റൻറ്റ് ഫേസ് എന്ന് പറയാം കേട്ടോ. ഈ ഒരു സെക്കൻഡ് ഫേസ്, proliferative phase or the follicular phase എന്ന് പറയുന്ന ഈ ഫേസ് ആണ് മോസ്റ്റ് ഇൻകൺസിസ്റ്റൻറ്റ്. ഇത് സാധാരണ ഞാൻ പറഞ്ഞു 6 to 13 ആവും, ചിലപ്പോൾ ഇത് 6 to 18 ആവും, 6 to 16 ആവും. അതങ്ങനെ മോസ്റ്റ് വേരിയബിൾ ഫേസ് ആണ്. നെക്സ്റ്റ് 14th ഡേയിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, if everything is properly happening on the 14th day, ovulation will happen. നമുക്ക് കാണുന്നത് the Graafian follicle rupture ചെയ്യുന്നു, ovum release ആവുന്നുണ്ട്, ovulation will happen. And now how? Ovulation is because of the increase in the LH level. നമ്മൾ അതിനെ LH surge എന്ന് പറയും. നമുക്ക് കാണുന്നത് കണ്ടോ, LH ഇങ്ങനെ
കൂടി പോയിട്ട് എൽ എച്ച് എൻ്റെ പീക്കിലെത്തുകയാണ്. ആ സമയത്താണ് എന്ത് സംഭവിക്കുക, അത് ഗ്രാഫിയൻ ഫോളിക്കുലർ റപ്ചർ ചെയ്യുക, ഓവുലേഷൻ നടക്കുക. ഇനി എൽ എച്ച് എങ്ങനെ കൂടും? നേരത്തെ ഞാൻ പറഞ്ഞു ഈസ്ട്രജൻ എലോൺ, റൈറ്റ്? സോ ഇവിടെ നമ്മൾ പറഞ്ഞു ദി ഒവേറിയൻ ഫോളിക്കിൾസ് എന്ത് റിലീസ് ചെയ്യുന്നു, ഈസ്ട്രജൻ റിലീസ് ചെയ്യുന്നു. അങ്ങനെ ഈസ്ട്രജൻ്റെ ലെവൽ ഇങ്ങനെ കൂടി വരികയാണ്. വെൻ estrogen concentration is increasing alone without progesterone, or high amount of estrogen is actually having a positive feedback on the production of LH and FSH. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറിയൻ ഫോളിക്കുലാർ ഫേസിൽ ഈ ഈസ്ട്രോജൻ്റെ ലെവൽ കൂടുന്നു. ആൻഡ് ദിസ് ഈസ്ട്രോജൻ, right? Yeah, this estrogen, so ovarian phase estrogen level കൂടുന്നു. And this estrogen is having a positive feedback, or it has a positive response on the production of this LH and FSH. അപ്പോൾ LHൻ്റെ ലെവൽ അങ്ങനെ പീക്കിലെത്തുന്നു, and because of that ovulation നടക്കുന്നു. So you have to remember that ovulation is because of what? The high amount of LH hormone, luteinizing hormone. അപ്പോൾ അതും ക്ലിയർ ആയി. അപ്പം ഞാൻ അതിൻ്റെ നോട്ട്സ്, ഇതിൻ്റെ രണ്ടിൻ്റെ നോട്ട്സ് കാണിച്ചിട്ട് പോകാം. ദി ഫോളിക്കുലാർ ഫേസ് ഓർ ദ പ്രോലിഫറേറ്റീവ് ഫേസിൻ്റെ നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു എൻഡോമെട്രിയൽ ഹൈപ്പർ പ്ലാസിയ എന്നാണ് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ എൻഡോമെട്രിയം മൈറ്റോസിസിൽ കൂടി ഡിവൈഡ് ചെയ്ത് വലുതാവുന്നു. പിന്നെ മയോമെട്രിയം ഹൈപ്പർ ട്രോഫി. മസിൽസ് ഡിവൈഡ് ചെയ്യാറില്ല, മസിൽസിൻ്റെ സൈസ് കൂടത്തേ ഉള്ളൂ. അപ്പം നമ്മൾ ഹൈപ്പർ ട്രോഫി എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ എൻ്റെ ബാക്കിയുള്ള റെഗുലേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. ഓക്കെ, ദെൻ ഓവുലേഷൻ്റെ അവിടെ 14 ഡേയിൽ നടക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് നടക്കുന്നുള്ളത്. റഫ് നോട്ട്സ് ആണ്, മനസ്സിലാവും. ഇനി അടുത്ത എന്താണ്? ലാസ്റ്റ് ഫേസ്, ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ് എന്ന് പറയാം. ലൂട്ടിയൽ, അപ്പോൾ ലാസ്റ്റ് ഫേസ് ആണ്. സോ നെക്സ്റ്റ് ഈ സെക്രീറ്ററി ഫേസ് ഓർ ദ ലൂട്ടിയൽ ഫേസ്. ഇപ്പോൾ ഇതിലെന്താ സെക്രീറ്ററി ഫേസ് എന്ന് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻഡോമെട്രിയം സെക്രീറ്റ് ചെയ്യും ഒരു യൂട്രെയിൻ മിൽക്ക് എന്ന് പറഞ്ഞിട്ട്. യൂട്രെയിൻ മിൽക്ക് ഒരു ഗ്ലൈക്കോജൻ റിച്ച് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ സൊല്യൂഷനാണ്. ബിക്കോസ് ഈ ഒരു സമയത്തായിരിക്കും മിക്കവാറും നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എംബ്രിയോ, എയർലി സ്റ്റേജസ് ഓഫ് എംബ്രിയോ, ബ്ലാസ്റ്റോസിസ്റ്റ് ഒക്കെ വരുന്നൊരു സമയം. ഈ സമയത്ത് ഇതിൻ്റെ സെക്രീഷൻ വിൽ മേക്ക് ദിസ് സർഫസ് adhesive, and this nutrient substance will help കുറച്ച് ന്യൂട്രിയൻസ് ഈ ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് കൊടുക്കാനും നറിഷസ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ. അപ്പോൾ അതിനുവേണ്ടി ഇതൊരു സെക്രീറ്ററി ഫേസ് എന്ന് പറയും. ആൻഡ് ദിസ് ഈസ് ബിക്കോസ് ഓഫ് പ്രൊജസ്ട്രോൺ കൂടുന്നതുകൊണ്ടാണ് ഈ സെക്രീറ്ററി ഫേസ് കിടക്കുന്നത്, അല്ലെങ്കിൽ എൻഡോമെട്രിയം ഗ്ലാൻഡ്സ് ക്യാൻ റിലീസ് ദിസ് യൂട്രെയിൻ മിൽക്ക്. ആൻഡ് ഇതിനെ എന്തുകൊണ്ടാണ് ലൂട്ടിയൽ ഫേസ് എന്ന് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈസ് കോൾ ലൂട്ടിയൽ ഫേസ്. ഇതിനെ ലൂട്ടിയൽ ഫേസ് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബൈ ദിസ് ടൈം കോർപ്പസ് ലൂട്ടിയം കൺട്രോൾ ചെയ്യാണ്. അപ്പം ഈ ഓവുലേഷൻ കഴിഞ്ഞു, ഓവുലേഷൻ കഴിയുമ്പം റിമനൻസ് ഓഫ് ദിസ് ഒവേറിയൻ ഫോളിക്കിൾസ് ബിക്കം വാട്ട്? കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയം ഞാൻ പറഞ്ഞു ഹൈ എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യാം. കാണാൻ പറ്റും ഈ പ്രൊജസ്ട്രോൺ ലെവൽ ഇവിടം വരെ ഒന്നും ഇല്ലായിരുന്നു. കോർപ്പസ് ലൂട്ടിയം വന്നപ്പം ഹൈ എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ എത്തി. സോ പ്രൊജസ്ട്രോൺ പീക്കിലെത്തി. ആൻഡ് സം എമൗണ്ട് ഓഫ് ഈസ്ട്രോജൻ ഉണ്ടോ, ഈസ്ട്രോജൻ്റെ ലെവലും കൂടി. ഈസ്ട്രോജൻ ആണ് ഒരേ ഒരു ഹോർമോൺ, രണ്ട് പീക്കുള്ള ഒരേ ഒരു ഹോർമോൺ മെൻസ്ട്രൽ സൈക്കിൾ ഈസ്ട്രോജൻ ആണ്. എനിവേ, കോർപ്പസ് ലൂട്ടിയം റിലീസസ് ഹൈ എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ ആൻഡ് സം എമൗണ്ട് ഓഫ് ഈസ്ട്രോജൻ. ഈ ഒരു കോമ്പിനേഷൻ ഈസ് ഹാവിങ് വാട്ട്? അപ്പോൾ പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യുന്നു? പ്രൊജസ്ട്രോൺ എൻഡോമെട്രിയത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് യൂട്രൈൻ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബട്ട് ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് GnRH, LH ആൻഡ് FSH. അപ്പോൾ എന്ത് സംഭവിക്കും? LHൻ്റെ ലെവൽ കുറയും. LHൻ്റെ ലെവൽ കുറയുമ്പോൾ എന്ത് ചെയ്യും? കോർപ്പസ് ലൂട്ടിയം വിൽ ഡിസിൻറ്റഗ്രേറ്റ് ടു കോർപ്പസ് ആൽബിക്കൻസ്. നമുക്കത് കാണാൻ പറ്റും. കോർപ്പസ് ലൂട്ടിയം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്ക് കണ്ടോ നമ്മുടെ പ്രൊജസ്ട്രോൺ ലെവൽ ഡിക്ലൈൻ ചെയ്യുന്നു, ഈസ്ട്രോജൻ ലെവൽ ഡിക്ലൈൻ ചെയ്യുന്നു. ആൻഡ് വെൻ പ്രൊജസ്ട്രോൺ ലെവൽ ഡിക്ലൈനിങ്, ഈസ്ട്രോജൻ ലെവൽ ഈസ് ഡിക്ലൈനിങ്, this uterine endometrium is going to disintegrate again, because as I explained, progesterone is required for maintaining the uterine endometrium. അപ്പോൾ ഇവിടെ uterine endometrium വീണ്ടും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, വീണ്ടും അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്ത മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. അത് ക്ലിയർ? ഓക്കെ. സപ്പോസ് ഫെർട്ടിലൈസേഷൻ നടന്നു, ഇതിപ്പം ഫെർട്ടിലൈസേഷൻ നടക്കാത്തൊരു കണ്ടീഷനാണ്. സപ്പോസ് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ നോക്കാം. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു 8th ഡേ ആകുമ്പോൾ തന്നെ നമ്മുടെ കോറിയോൺ എന്ന് പറയുന്ന കോറിയോൺ ഓഫ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ, ഇറ്റ്സ് പാർട്ട് ഓഫ് പ്ലസൻഡ, വിൽ സ്റ്റാർട്ട് ടു റിലീസ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഈ ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. ആൻഡ് ദിസ് HCG, the human chorionic gonadotropin, is acting like the luteinizing hormone,
and thereby maintaining the corpus luteum. അതെന്ത് ചെയ്യും? കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്താൽ ഓഫ് കോഴ്സ് പ്രൊജസ്ട്രോൺ ലെവൽസ് ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കില്ല? എൻഡോമെട്രിയൽ ഡീജനറേഷൻ നടക്കില്ല. അതുകൊണ്ട് തന്നെ എൻഡോമെട്രിയം വിൽ ബി മെയിൻറ്റെയിൻ ഡ്യൂറിങ് ദ പ്രഗ്നൻസി. അപ്പോൾ ഇതാണ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ ഇതിൻ്റെ നോട്ട്സും കൂടി ഒന്ന് എടുത്ത് നോക്കിക്കോളൂ. അപ്പോൾ ലൂട്ടിയൽ ഓർ സെക്രീറ്ററി ഫേസ് ആണ്, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നോ ഫെർട്ടിലൈസേഷൻ എന്നുള്ളതാണ്. ഇത് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിലുള്ള കണ്ടീഷനാണ്. ഹോർമോൺ റെഗുലേഷൻ ആണ്. അപ്പോൾ ഇതാണ്, ഇത്രയാണ് മെൻസ്ട്രൽ സൈക്കിൾ ഉള്ളത്. അപ്പോൾ ഒന്ന് നോക്കാം.